1 mole of ideal diatomic gas expand from volume V to 2V isothermally at temperature 27 degrees Celsius and does W joule of work. അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്, അല്ലെങ്കിൽ 27 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. ഡയാറ്റോമിക് ഗ്യാസ് ആണ്, വിയിൽ നിന്ന് 2വിയിലേക്ക് എക്സ്പാൻഡ് ചെയ്തു. ദെൻ ആ സമയത്ത് ചെയ്യുന്ന വർക്ക് ഡൺ W ആണ്. അപ്പം നമുക്ക് അറിയുന്നതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഐസോതെർമൽ പ്രോസസ്സിന് NRT നാച്ചുറൽ ലോഗ് അല്ലെങ്കിൽ ബേസ് N V2/V1. അപ്പം ഞാൻ ആദ്യം അത് അങ്ങ് ചെയ്യാണ്, ബാക്കി നമുക്ക് സെക്കൻഡ് സെക്ഷൻ വായിക്കാം. പിന്നെ N 1 മോൾ ഓഫ് ഐഡിയൽ, N 1, R ഹീറ്റ് ചെയ്തത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, എക്സ്പാൻഡ് 27 എന്ന് പറയുമ്പോൾ 300 ലോഗ് നാച്ചുറൽ. ഫൈനൽ വോളിയം 2V ആണ്, ഇനീഷ്യൽ വോളിയം എത്രയാ V ആണ്. അപ്പോൾ 300 R നാച്ചുറൽ ലോഗ് 2. നാച്ചുറൽ ലോഗ് 2ന്റെ വാല്യൂ 0.693 ആണ്. 300 R ഇൻറ്റു 0.693. ഇതാണ് നമുക്ക് ഫസ്റ്റ് പാർട്ട് നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ വായിക്കുന്നു. ഇഫ് ദിസ് ഗ്യാസ് അണ്ടർഗോസ് സെയിം മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ്പാൻഷൻ അഡയാബാറ്റിക്കലി. ഇപ്പൊ ഈ സെയിം ഗ്യാസ് തന്നെ വിയിൽ നിന്ന് 2വിയിലേക്ക് അഡയാബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യുന്നു ഫ്രം 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അഡയാബാറ്റിക്കലി വിയിൽ നിന്ന് 2വിയിലേക്ക് 27 ഡിഗ്രി സെൽഷ്യസിൽ എക്സ്പാൻഡ് ചെയ്താലും സെയിം എമൗണ്ട് ഓഫ് വർക്ക് ഈസ് ഡൺ. അപ്പോൾ ഐസോതെർമലിൽ ചെയ്ത അതേ വർക്ക് ഡൺ തന്നെയാണ് ഏതിലും ചെയ്യുന്നത്, അഡയാബാറ്റിക്കിലും ചെയ്യുന്നത്. അപ്പോൾ ഇത് വർക്ക് ഐസോതെർമലാണ്. ഇനി വർക്ക് അഡയാബാറ്റിക്കിന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? അഡയാബാറ്റിക് എക്സ്പ്രഷന്റെ വർക്കിന് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് NR T1 മൈനസ് T2 ബൈ ഗാമ മൈനസ് 1 ആണ്. ഇവിടെ എന്താണ്? N 1 ആണ്, R ആണ്, T1 എത്രയാ? 27 ഡിഗ്രി സെൽഷ്യസ് 300. ഫൈനൽ ടെമ്പറേച്ചർ നമ്മോട് ചോദിച്ചേക്കണേ. ഓക്കെ, അപ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ നമുക്ക് T2. ഡയാറ്റോമിക് ഗ്യാസ് ആണ്, ഡയാറ്റോമിക് ഗ്യാസിന് ഗാമ 1.4 ആണ്, അത് -1. ഈ രണ്ട് വർക്കും സെയിം ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പോൾ വർക്ക് ഐസോതെർമൽ ഇസ് ഈക്വൽ ടു വർക്ക് അഡയാബാറ്റിക്. ഓക്കെ, അപ്പോൾ 300 R ഇൻറ്റു 0.693 is equal to R 300 minus T2 divided by 1.4 minus 1 0.4 ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് 6 കണ്ടിലും കോമൺ ആണ്, 6 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 300 ഇൻറ്റു 0.4 നമുക്ക് എത്ര കിട്ടും? 3 ഇൻറ്റു 0.4 1.2 ആണ്. അപ്പോൾ ഇത് 120 ഇൻറ്റു 0.693 is equal to 300 മൈനസ് T2 ആണ്. ഈ 120 ഇൻറ്റു 0.69 0.7 എടുത്താൽ 12 ഇൻറ്റു 7 എന്ന് പറഞ്ഞത് എത്രയുണ്ടാവും? അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, അങ്ങനെ എടുത്ത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ T2 വരുന്നത് നിയർലി 216.84 കെൽവിനാണ്. കാരണം നമുക്ക് കെൽവിനിൽ കൺവേർട്ട് ചെയ്താൽ ചെയ്തത്. പക്ഷെ നമുക്ക് ഓപ്ഷനിൽ ചെയ്യാൻ പറഞ്ഞ ഡിഗ്രി സെൽഷ്യസിലാണ്. ദെർഫോർ 216.84 മൈനസ് 273 അത്രയും ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 216ഉം 273ഉം തമ്മിൽ അറൗണ്ട് 56 മൈനസ് 56 നിയർലി ആണ് ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഓപ്ഷൻ 2.